ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഡേ മൈ ലൈഫായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ രാവിലെ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സവാള നല്ല കുണുകുണാ അരിയാനായിരുന്നു. അപ്പം ഞാൻ അരിഞ്ഞാൽ കുണുകുണാ അരിയത്തില്ല. ഞാൻ അരിഞ്ഞാൽ ഇങ്ങനെ വില കൊല അരിയാനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് നല്ലൊരു മുട്ടക്കറി വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ എല്ലാം ഒരുവിധമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അങ്ങ് അരിഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടീൻ്റെ അടുത്ത് പറയണത്, നീ വീഡിയോ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിടിക്കുന്നുണ്ട് അമ്മ എന്തായാലും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ സ്റ്റാൻഡ് വാങ്ങിച്ചാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരാൾ പിടിക്കും കണക്ക് അത്ര ഒരു ഇതാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കണം. അപ്പോൾ എങ്കിലും ഞാൻ കുട്ടീനോട് പറഞ്ഞ് സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ആശീർവാദ് മാവിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതും. അപ്പോൾ ആശീർവാദ് മാവ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മാവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എല്ലാ മാവിലും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും എനിക്കിതുവരെയും കംഫർട്ടാവുന്ന ഈ ഒരു ആശീർവാദ് മാവിൽ മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ചപ്പാത്തിയാണ്. പിന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ വൈകിട്ടൊക്കെ എടുക്കുക, അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ ചപ്പാത്തി കുത്തി കൂടെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണമെന്ന് പറയും. നല്ലതാണ്. തിളച്ച ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയാണെങ്കിൽ നല്ല വായിലിട്ട് അലിഞ്ഞ് പോകും കണക്കെ ഇരിക്കും. പക്ഷെ അത് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തിളച്ച ചൂടുവെള്ളത്തിലൊന്നും കുഴയ്ക്കാറില്ല. പരത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കും ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാമെന്ന്. അപ്പം ഞാൻ കുറച്ച് മാവ്, അപ്പം ഞാൻ 2 കിലോ ആശീർവാദ് മാവാണ് എടുത്തത്. അപ്പോൾ അതിന് കുറച്ച് മാവെടുത്ത് നമ്മൾ തട്ടി ഞാൻ ബേസിനിലാണ് എപ്പോഴും കുഴയ്ക്കണത്. അപ്പോൾ പാടൊന്നുമില്ല, വലിയ പാത്രമാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി എന്നിവ ഇട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ച് അപ്പോൾ അതിന് കുറച്ച് മാവ് ഞാൻ മാറ്റി വയ്ക്കും. കാരണം പരത്തുമ്പോൾ നമുക്ക് കുറച്ച് മാവ് മുക്കിയേ പരത്താൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് അങ്ങോട്ട് മാറ്റിയൊക്കെ വയ്ക്കും. അപ്പോൾ സോഡാപ്പൊടിയുടെ അളവൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ പിള്ളേർ എപ്പോഴും അടുക്കളയിൽ തന്നെ. അപ്പോൾ അവർക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് അവരെന്തായാലും മാറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് കൊച്ചിൽ ഞാൻ അടുക്കളയിൽ കയറൂലായിരുന്നു. ഞാൻ 23 വയസ്സ് കായപ്പോഴാണ് സത്യം പറഞ്ഞ സ്വന്തമായിട്ട് ഒരുവിധം പാചകങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത് നേരെ. അപ്പോൾ അതുവരെ എനിക്ക് എൻ്റെ അമ്മ ആഹാരമൊക്കെ കൊണ്ടുവന്ന് തരയും. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറാൻ അമ്മ വിളിച്ചാൽ പോലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ കയറത്തൊന്നും ഇല്ലായിരുന്നു. അമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയത്. പാചകമായാലും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ യൂട്യൂബ് കണ്ടായാലും ചെയ്യാം. ആ സമയത്തൊക്കെ യൂട്യൂബ് വലുതായിട്ട് ഇത്ര ഇതായിട്ട് വന്ന ഒരു കാലമല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഒരുവിധമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് ഒരുവിധം ഇപ്പോൾ എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും വെക്കാനും എടുക്കാനൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ മക്കൾ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും അവരൊരിക്കലും അവർക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ്, ആമ്പിള്ളേരായാലും അറിയത്തില്ലെന്ന് പറഞ്ഞവരും ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ആഹാരത്തിന് തന്നെ നമ്മളൊരു കടയിലായാലും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്ത് എനിക്കിത്തിരി ആഹാരം വെച്ച് തരൂ എന്ന് ചോദിക്കേണ്ട ഒരു ഇതിലോട്ട് അവർ വരാൻ പാടില്ല. അവർ ആമ്പിള്ളേരായാലും ഒരു എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർ തനിച്ച് അവർക്ക് ജീവിക്കേണ്ടി വന്ന അവരെല്ലാം പഠിച്ചിരുന്ന അവർക്ക് ആ ഒരു പാടില്ല. ഞാൻ അന്ന് ബുദ്ധിമുട്ടിയത് എൻ്റെ മക്കളങ്ങനെ ബുദ്ധിമുട്ടില്ലെന്ന് കരുതി അവരുടെ അടുത്ത് ഞാൻ അടുക്കളയിൽ കയറാൻ പറയും. എൻ്റെ കുട്ടിപ്പെണ്ണിനെല്ലാം വെക്കാനൊക്കെ അറിയാം. അപ്പോൾ പെണ്ണിനും ഒരുവിധം ചായ ഇടാനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്തി കൂടെ കഴിയും തോറും എല്ലാ പാചകവും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഇങ്ങനെ കുഴച്ചിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നമ്മൾ നല്ലതുപോലെ ഒരുവിധം ഒന്ന് കുഴച്ചിട്ട് പിന്നെ നമ്മൾ കൈ കഴുകിയിട്ട് രണ്ടാമത്, അപ്പോൾ ഞാൻ കുട്ടൂനോട് പറഞ്ഞു ബാക്കി നീ കുഴയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടൂന് ചപ്പാത്തി കുഴയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടൂന് എല്ലാം ഒരുവിധം ഉണ്ടാക്കാനും എടുക്കാനും എല്ലാം അറിയാം. കുട്ടൂന് ഞാൻ എല്ലാം കംപ്ലീറ്റ് പഠിപ്പിച്ചു. കുട്ടൊരു 7 വയസ്സ് മുതലൊക്കെ അടുക്കളയിൽ എല്ലാം ചെയ്യാനൊക്കെ വന്ന് നോക്കി എടുക്കുകയും ചെയ്ത് 8-9 വയസ്സ് വരെയൊക്കെ അവയെല്ലാം തന്നെത്താൻ ചെയ്യും. ഞാൻ തന്നെയാണ് അവനെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ അവന് പാചകത്തിൽ കൊച്ചിലേ തൊട്ടേ അവൻ്റെ താല്പര്യം കണ്ടപ്പോൾ എനിക്കറിയാം അവന് പാചകം പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അവൻ ആദ്യമൊക്കെ ഞാൻ പറയും മക്കളെ ചൂടാണ്, മക്കൾ വരണ്ട എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം അവൾ 2 കൊല്ലം കൊണ്ട് അവളെല്ലാം ചെയ്ത് അവൾക്ക് എക്സ്പീരിയൻസായി. അപ്പം അവൾക്ക് അതിൻ്റെ കൂടെ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ പറയും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2 ആയപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാമെന്നൊക്കെ. അപ്പം അങ്ങനെ കുറേശ്ശെയൊക്കെ അവർ പഠിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നമ്മളെക്കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ മക്കൾ നാളെ ഒരിക്കൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവർ നേരെ നമ്മളെ
നമ്മളെന്താണ് നമ്മളെ പാചകം. ഇപ്പം ഞാനൊക്കെ തന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മയുടെ നാരങ്ങാച്ചാറൊക്കെ ഭയങ്കര കൊതിയാവുമെന്ന് പറയും ചില നേരത്ത് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരിത് അവർക്ക് നാളെ ഭാവിയിൽ അങ്ങനെ ഒന്നാമത് ആമ്പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ പറയാം എൻ്റെ പാചക രീതിയെല്ലാം നിങ്ങളും കണ്ട് പഠിക്കണമെന്ന്. അപ്പം നമ്മളെ ചപ്പാത്തി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വലിയ ഷേപ്പൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം. എനിക്ക് കല്ലിലിട്ട് ഉണ്ടാക്കി അത്ര ഇത്. അപ്പം ഞാൻ ഇതിൻ്റെ ടേബിൾ പുറം നല്ലതുപോലെ തുടച്ചിട്ട് ഉണങ്ങിയ തുണിയിട്ട് തുടച്ചിട്ടാണ് അതിലാണ് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പരത്താനും വലിയ ഒട്ടിപ്പിടിക്കത്തുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും മതിയെന്ന് ഇന്നലെ കറമ്പി പെണ്ണ് പറഞ്ഞായിരുന്നു. നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും മതി അമ്മ, മുട്ടക്കറിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ അപ്പം, ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഒരു ബോറല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ വെക്കാമെന്ന് കരുതിയത്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്താലും നിങ്ങൾക്കതൊരു ബോറായിട്ട് തോന്നും. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ചയായാലും എന്തായാലും ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഡേ മൈ ലൈഫിൽ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ